ഇവിടെയൊന്നും എനിക്ക് ഇതുവരെ ഇങ്ങനെ ഫില്ലായി വന്നിട്ടില്ല. ഒത്തിരി താടിയുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇവനെന്ത് തേങ്ങയെ പറയണേ 4, 3, 7 പൂടം വെച്ചുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ 1 മാസം ഉപയോഗിച്ചിട്ടു. അപ്പോൾ എനിക്കൊരു നല്ല റിസൾട്ട് തോന്നി. എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബിയർഡ് ഓയിലിൻ്റെ ഒരു വീഡിയോ ആട്ടോ. ഈ ഒരു ഓയിൽ ഞാൻ ജസ്റ്റ് ഒരു DIY ബിയർഡ് ഓയിലായിട്ട് ഉണ്ടാക്കിയ ഒരു ഓയിലാട്ടോ. അതായത് നമ്മുടെ കാസ്റ്റർ ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഓയിലാട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ പിരുകത്തിൻ്റെ വീഡിയോ, നമ്മുടെ പിരുകം കറ്റുണ്ടാകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എണ്ണ പറഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ആ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് പിരുകത്തിന് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഓയിൽ റിസൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ താടിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് 1 മാസം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 1 മാസം ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. ഫ്ലാഷ് ബാക്ക്. DIY ബിയർഡ് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ 1ാമത്തെ ഒരു ദിവസമായിട്ട് ഇന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ ബിയർഡ് ഓയിൽ ഉപയോഗിക്കും. അപ്പം ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ റിസൾട്ട് ഇപ്പം ഈ ഒരു ബിയർഡൊക്കെ അത്യാവശ്യം കട്ടിയായത് നമ്മുടെ റിഡൻസിൽ ഉപയോഗിച്ചിട്ടാട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിലുള്ളൊരു ബിയർഡ് വരുന്നുണ്ട്, ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ ഒരു കട്ടി കിട്ടുമോ ഈ ഒരു സാധനം ഉപയോഗിച്ചാൽ എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം എൻ്റെ താടിയൊക്കെ നല്ല പാച്ചിയായിട്ടുള്ള താടിയാണ്. അപ്പം കുറച്ചും കൂടെ ഒരു കട്ടി കിട്ടണം തേച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം മുടി ഇങ്ങനെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുടിയിൽ അലോവേര ജെല്ല് ഫുള്ള് തേച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ. അപ്പോൾ അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മുടി എന്തെങ്കിലും ഇരിക്കുന്നതെന്ന്. ഫുള്ള് ജെല്ലാണ്. എണ്ണയൊന്നും ഇപ്പോൾ ഈ ഒരാഴ്ച മുടിയിൽ ഇടുന്നില്ല, എണ്ണ ഉപയോഗിക്കുന്നില്ല, ഷാമ്പു ഉപയോഗിക്കുന്നില്ല, അലോവേര ജെല്ല് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ വരുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ കയറി കണ്ടേക്ക് കേട്ടോ. 1 week later. ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഉള്ള റിസൾട്ടും കാര്യങ്ങളാണ് ഇന്ന്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പം നേരത്തെ നിങ്ങൾ കണ്ട ഒരു വീഡിയോയിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് തോന്നിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് ചെറിയൊരു നമ്മുടെ ബിയർഡിനൊരു കറുപ്പൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ച് കറുപ്പൊക്കെ തോന്നുന്നുണ്ട്. പുതിയ ബേബി ഹെയറുകളൊന്നും അങ്ങനെ കാണാനില്ല. എങ്കിൽ പോലും ഉള്ള ബിയർഡിൻ്റെ വളർച്ച കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്. അതുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ഉണ്ടോ ബിയർഡിൻ്റെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്. നമ്മുടെ മീശയുടെ ആണെങ്കിലും ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിമ്പിൾ വരുന്നുണ്ട്. ആകെ വന്നേക്കുന്ന ഒരു പിമ്പിളാണ് ഈ ഒരു ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ. അപ്പം ആ ഒരു പിമ്പിൾ പ്രശ്നമുള്ള കാര്യമല്ല. നമുക്കത് നമ്മൾ അലോവേര ജെല്ലും നമ്മുടെ നെല്ലിക്ക നീരൊക്കെ ഉപയോഗിക്കുമ്പം പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഇതാണ് ഒരാഴ്ചത്തെ അപ്ഡേഷൻ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത ആഴ്ച കാണാം. 1 week later. അപ്പോൾ നമ്മുടെ താടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാട്ടോ. നോർമലി പാച്ചിയായിട്ടുള്ള താടിയാണെങ്കിൽ പോലും ഉള്ള താടിയുടെ ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയൊന്നും താടി ഇതുവരെ ലെങ്ത് ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന് മുമ്പത്തെ നിങ്ങളെൻ്റെ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. എന്നെ അറിയുന്നവർക്ക് അറിയാം. ഇപ്പം നിങ്ങൾ കാണുന്ന റിസൾട്ട് ഞാൻ 4 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള റിസൾട്ട് ആട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. കാരണം ഇത്രയും ഒരു ഗ്രോത്ത് എൻ്റെ ബിയർഡിന് ഉണ്ടായിരുന്നില്ല. എനിക്ക് താടി വളരും, പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് വളർന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു വളർച്ച ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പം ഒരു മാറ്റം തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും വീഡിയോ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു മാറ്റം നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പാച്ചിയായിട്ടുള്ള ബിയർഡ് തന്നെയാണ്. എന്നാൽ പോലും അതിനകത്തുനിന്ന് ഒരു ചേഞ്ചസ് നമുക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ചിലപ്പം ഒത്തിരി താടിയുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇവനെന്ത് തേങ്ങയെ പറയണേ 4, 3, 7 പൂടം വെച്ചുകൊണ്ട് ഇവനെന്ത് പറയുന്നത്. പക്ഷേ താടി ഇല്ലാത്തവർക്ക് അതൊരു വലിയ സംഭവമാണ്. പക്ഷേ സംഭവം എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ താടി വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശരിയാണ്. ഒരു മാറ്റമൊക്കെ വരുമ്പോൾ അതൊരു നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാ ബോയ്സും ഒരു 15 വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് താടി ഒട്ടും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിപ്പം ഇപ്പോഴൊക്കെയാണ് താടി ഗ്രോത്ത് വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എൻ്റെ താടി വരാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്ന് പരീക്ഷിച്ചൊരു സംഭവം തന്നെയാണ് ഈ ഒരു DIY ബിയർഡ് ഓയിൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബിയർഡ് ഓയിൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാർഡൻസിൻ്റെ ബിയർഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെഡ് ഏഞ്ചൽസിൻ്റെ റിഡൻസിൽ കണ്ടന്റുള്ള ബിയർഡ് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടി
ഇഷ്ടം തോന്നിയ ഒരു ബിയർഡ് ഓയിലാണ് ഡെൻസിൽ കണ്ടന്റുള്ള റെഡ് ഏഞ്ചൽസിൻ്റെ ബിയർഡ് ഓയിൽ. അതും ഉപയോഗിച്ചപ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു DIY ബിയർഡ് ഓയിൽ ഉപയോഗിച്ചിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ബേബി ഹെയർസ് ഒന്നും ഞാൻ അങ്ങനെ വരുന്നൊന്നും നോട്ടീസ് ചെയ്തില്ല. ഉള്ള ബേബി ഹെയറിൻ്റെ ഒരു തിക്നെസ് കട്ടിയൊക്കെ കൂടുന്നതായിട്ട് കണ്ടു. നല്ലൊരു കറുപ്പൊക്കെ നമ്മുടെ താടിക്ക് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബോട്ടിൽ തീർന്നിട്ട് ഏകദേശം ഇനി ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കണം. അപ്പം ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ പുരുകം കെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്കും ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ. അപ്പം താടി ഉള്ളവർക്ക് കുറച്ചുകൂടെ അവരുടെ താടീനെ ഒന്ന് പോളിഷ് ചെയ്യാനും കുറച്ചുകൂടെ ഒരു കറുപ്പുണ്ടാവാനും ഗ്രോത്ത് ഫാസ്റ്റ് ആവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം നല്ല നീളം വെക്കുന്നുണ്ട് താടി. എനിക്ക് ഇത്രയും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇവിടെ ഒന്നും എനിക്ക് ഇതുവരെ ഇങ്ങനെ ഫില്ലായി വന്നിട്ടില്ല. കാരണം ഒരു പാച്ചിനെസ് ആയിരുന്നു ഇവിടെയൊക്കെ. പക്ഷേ ഇത് താടി നീണ്ടിട്ട് അതിൻ്റെ നീളം ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കവർ ചെയ്ത് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ ഇപ്പോഴും പാച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു താടി ഞാനിപ്പോൾ ഒന്ന് ട്രിം ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ താടി ട്രിം ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഒരു കട്ടി കുറച്ചുകൂടെ കൂടുന്നതൊക്കെ നല്ലതാണ്. അപ്പം ഇതൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി, റിസൾട്ട് എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രിം ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രിം ചെയ്തിട്ട് നമുക്കിനി ബിയർഡ് ഓയിൽ ഉപയോഗിച്ച് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ട്രിം ചെയ്തിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് റിസൾട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ എനിക്കൊരു റിസൾട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം കുറച്ച് നീളമൊക്കെ നമ്മുടെ താടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു മാറ്റം തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് കൂടാതെ നമ്മൾ ഇനിയും നമ്മുടെ താടിയുടെ വളർച്ചയെ കൂട്ടുന്ന പരീക്ഷണങ്ങളൊക്കെ തുടർന്നും ചെയ്യും കേട്ടോ. നമ്മളും പരീക്ഷിക്കും, അത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ഇതുപോലത്തെ നല്ല നല്ല പരീക്ഷണങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനൽ ഉണ്ടാവുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബിയർഡിൻ്റെ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഈ ഒരു DIY ബിയർഡ് ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും പല ബിയർഡ് ഓയിൽസിൻ്റെ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡെർമാ റോളർ ബിയർഡ് ഗ്രോത്തിന് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറ്റാർ വാഴ, ഗ്രീൻ ടീ, നെല്ലിക്ക ജ്യൂസ്, ഇതൊക്കെ നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസിലും ബിയർഡിനും കൂടെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഈ ഒരു ബിയർഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കണ്ടിട്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫലം നമുക്ക് നമ്മുടെ ബിയർഡ് ഗ്രോത്തിന് കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ.